അമ്മ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഞാൻ തിരുവാതിര സ്പെഷ്യൽ കൂവപ്പായസം ഉണ്ടാക്കാൻ പോവാണ്. അതിന് ഈ ചെറിയ കപ്പിന് ഒരു 3/4 കപ്പ് കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. ഇവിടെ വീട്ടിൽ എടുത്ത കൂവപ്പൊടിയാണ്. അതിനി കലക്കാൻ പോവാണ്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഇളക്കുകയാണ്. നല്ലപോലെ കട്ട ഇളക്കി എടുക്കുകയാണ്. ഒട്ടും തരിയില്ലാതെ ഇളക്കിയെടുത്തിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അത് ഞങ്ങൾ 3 പേർക്കുള്ള ആവശ്യത്തിന് മാത്രമുള്ള കൂവപ്പൊടിയേ എടുത്തിട്ടുള്ളൂ. അത് കുറച്ച് പായസം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. ഇരട്ടി വെള്ളം ഒഴിക്കുന്നതിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഒന്നുകൂടെ ഇളക്കി. ഇരട്ടി വെള്ളം വേണം അതിന് ഒഴിക്കാൻ. ഒരു രാത്രി പൊടിക്ക് ഒരു 3-4 കപ്പ് വെള്ളമെങ്കിലും ഞാൻ ഒഴിക്കും. ഇച്ചിരി വെള്ളം ഒഴിക്കുകയാണ്. ഞാനിപ്പോൾ ഈ കപ്പിന് അത്രയും പൊടിക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തിലോട്ട് 100-150 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് അരിച്ചൊഴിക്കാൻ പോകണം. ഇനി ഇത് നോക്കാം. ഓക്കെ, ഇതിനി കുറുക്കി വെക്കാൻ പോവാണ്. വെച്ച് ആദ്യം ഇച്ചിരി തീ കൂട്ടിയിട്ട് ചൂട് പിടിക്കത്തക്കവണ്ണം കൂവപ്പൊടി എളുപ്പം ഇങ്ങനെ കുറുകി എളുപ്പം ഇങ്ങനെ അടിക്ക് പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ഇളക്കി അതായത് ഊറിയിരിക്കും. അതിങ്ങനെ അടിക്ക് പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി കുറുക്കി വേണം എടുക്കാൻ. ഇങ്ങനെ ഒരു സൈഡിലോട്ട് മാത്രമേ ഇളക്കാവൂ. തിരിച്ചും മറിച്ചും ഇളക്കാം. ഇങ്ങനെ ഒരു സൈഡിലോട്ട് മാത്രമേ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ തേങ്ങ ഞെവടി അങ്ങോട്ട് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഞെവടി അങ്ങോട്ട് ഇടുവാണ്. 2-3 ഏലക്കായും പൊടിച്ചിട്ടിട്ടുണ്ട്. ഇച്ചിരി കുറുക്കിയാണ് എടുക്കുന്നത് ഞങ്ങൾ. ഒത്തിരി അങ്ങ് വെള്ളം വേണ്ട, ഒത്തിരി ആയിരിക്കണ്ട, ഇച്ചിരി കുറുകി വേണം. പായസത്തിൻ്റെ ഈ പരുവത്തിനാണ് പായസം എടുക്കുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം.
നെയ്യ് ചേർക്കരുത്, നെയ്യ് ചേർക്കത്തില്ല. നൊയമ്പുള്ളത് കൊണ്ട് നെയ്യ് ചേർക്കാൻ പാടില്ല. കൂവപ്പായസത്തിന് നെയ്യ് ചേർക്കത്തില്ല. തേങ്ങ ഇങ്ങനെ തിരുമ്മി ഞെവിടി ഒന്നിടും. ഞെവിടി അതിനകത്തിലോട്ട് ഏലക്കാപ്പൊടിയും ചേർത്ത് ആണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും ലൂസായിട്ടിരിക്കുന്നു, ഇത്തിരി ലൂസാകുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ ശകലം കട്ടിയായിട്ടിരിക്കണം. അതുകൊണ്ടങ്ങനെയാണ് ഞങ്ങൾ എടുക്കുന്നത്. കൂവപ്പായസം റെഡി. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.